ഇടുക്കി ദേവികുളത്തിനടുത്ത് അരുവിക്കാട് മേഖലയിൽ കൃഷി നശിപ്പിച്ച് കാട്ടാന പടയപ്പ. ഒരാഴ്ചയിലേറെയായി ജനവാസ മേഖലയിലാണ് പടയപ്പ. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, വീണ്ടും പടയപ്പ ആക്രമണം അഴിച്ചുവിടുകയാണോ? ഭയമുണ്ടോ? അവിടെയുള്ളവർക്ക് ആശങ്കയുണ്ടോ? സാധാരണ പടയപ്പ ചില സമയത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. പടയപ്പ ചില സമയത്തൊന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല എങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മൂന്നാർ മേഖലയിൽ ഉണ്ടാക്കുന്നത് വ്യാപകമായ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് കൃഷിഭൂമി നശിപ്പിക്കുക, തേയിലത്തോട്ടം തൊഴിലാളികളുടെ വീടിന് പരിസരത്ത് തന്നെ നിലയുറപ്പിക്കുക, രാത്രി പകലെന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ കൃഷി, അവരുടെ സാധന സാമഗ്രികളെല്ലാം തകർക്കുക എന്നുള്ളതാണ്. RRT സംഘം പടയപ്പയെ ഫോളോ ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ജനവാസ മേഖലയിലേക്ക് കയറുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചൊക്കെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പടയപ്പ അങ്ങനെ ദൂരത്തേക്കൊന്നും പോകാനും തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്മിത, ഈ രണ്ടാഴ്ചയായിട്ട് പടയപ്പ ജനവാസ മേഖലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് സമീപമോ അല്ലെങ്കിൽ തോട്ടം മേഖലയിലോ ആണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പോലും ഇവിടെ തന്നെയുണ്ട്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.